ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഫൈൻ ജോമെട്രി എന്ന് പറയുന്ന യൂണിറ്റാണ്. അതിൽ സ്റ്റാർട്ടിങ് യൂക്ലീഡിയൻ ജോമെട്രിയാണ് വരുന്നത്. അതിന് ശേഷമാണ് അഫൈൻ ജോമെട്രി പറയുന്നത്. അപ്പോൾ ആദ്യം യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. എ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് R2 is a function t from R2 to R2 of the form t of x is equal to ux plus a, where u is an orthogonal 2x2 matrix and a belongs to R2. അപ്പോൾ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു R2 ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ മാപ്പിംഗ് വന്നിട്ട് R2 നിന്ന് R2ലേക്ക് തന്നെയാണ്, R2 to R2 itself. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം R2 to R2 ഓഫ് ദ ഫോം. എങ്ങനെയാണത്? ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് ux പ്ലസ് എ എന്നുള്ള ഫോമിലായിരിക്കും ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. അതിൽ യു എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ 2x2 മെട്രിക്സ്. ഇവിടെ R2 ആയതുകൊണ്ട് മെട്രിക്സ് എങ്ങനെയായിരിക്കും? 2x2 ഫോമിലായിരിക്കും. പിന്നെ എ എന്ന് പറയുന്നത് R2 ഒരു വെക്ടർ ആയിരിക്കും. ഓക്കെ, R2 എന്ന് പറയുമ്പോൾ ഓർഡേർഡ് പെയർ അല്ലേ, 2 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക, 2 വെക്ടേഴ്സാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് ആണ് യു എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്? ഓർത്തോഗണൽ മെട്രിക്സ് പറഞ്ഞാൽ ഒരു എ എന്നുള്ളൊരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ എങ്ങനെയാണ് പറയാൻ പറ്റുക? എയിൻ്റെ ട്രാൻസ്പോസ് തന്നെയായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആവുന്ന മെട്രിക്സുകൾ തന്നെയാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയായിരിക്കും? ഈക്വൽ ടു +or-1 ആയിരിക്കും. അതായത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ എ ട്രാൻസ്പോസ് തന്നെയായിരിക്കും എന്ത് വരിക? എ ഇൻവേഴ്സ് ആയിട്ട് വരിക. അങ്ങനത്തെ മെട്രിക്സുകളിനെയാണ് എന്ത് പറയാം? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, എ ട്രാൻസ്പോസ് ആയിരിക്കും ആ എയിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, എ ഇൻവേഴ്സ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ഒന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ തന്നെ അതിൻ്റെ എന്താവും? ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോട്ട് ചെയ്യണം. ux പ്ലസ് എ ഫോമിലാണ് ഉണ്ടാവുക. എക്സ് എന്നുള്ള വെക്ടർ എന്താ? R2 ഒരു വെക്ടറാണ് അല്ലേ, എക്സ്. അതായത് അതും എന്തായിരിക്കും? ഓർഡേർഡ് പെയർ ആയിരിക്കും. അതിൽ ഈ ട്രാൻസ്ഫോർമേഷൻ വരികയാണെങ്കിൽ ഏത് ഫോമിലായിരിക്കും അത് വരിക? ux പ്ലസ് എ എന്നുള്ള ഫോമാറ്റിലായിരിക്കും. അത് യു എന്ന് പറയുന്നത് നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. എ എന്ന് പറയുന്നത് ഒരു R2 ഒരു എലമെൻറ്റും ആയിരിക്കും. ഓക്കെ, അതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഓർത്തോഗണൽ മെട്രിക്സ് ആണ് യു എന്നുള്ളതാണ്. ഇനി അഫൈൻ ട്രാൻസ്ഫോർമേഷൻസ് വരുമ്പോൾ ഈ വേറൊരു ഫോമാറ്റിലായിരിക്കും. അതിലും ഇവിടെ ഒരു മെട്രിക്സ് ഫോം ഉണ്ടാവും, അത് വേറെ ആയിരിക്കും, ഓർത്തോഗണൽ മെട്രിക്സ് അല്ല. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ടത് ux പ്ലസ് എ എന്നുള്ളതിൽ യു എന്താണ്? ഓർത്തോഗണൽ 2x2 മെട്രിക്സ് ആണെന്നുള്ളത്. ഇനി സെറ്റ് ഓഫ് ഓൾ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് R2 ഇസ് ഡിനോട്ടഡ് ബൈ E of 2. അപ്പോൾ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ R2 എല്ലാ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ്റെയും സെറ്റിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? E of 2 എന്നാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അതിൻ്റെ ഫോം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അടുത്തായിട്ട് ഇനി ഇൻവേഴ്സ് ഓഫ് യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നോക്കാം. നമ്മൾ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു പറഞ്ഞത്? ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ux പ്ലസ് എ എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ദി ഇൻവേഴ്സ് ഓഫ് ദി യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ux പ്ലസ് എ. അതെ, യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? ടി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് യു ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് യു ഇൻവേഴ്സ് എ. അപ്പോൾ ടി ഓഫ് എക്സ് ux പ്ലസ് എ ആണെങ്കിൽ ടി ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? യു ഇൻവേഴ്സ് എക്സ് മൈനസ് യു ഇൻവേഴ്സ് എ. ഓക്കെ, ഈ ഒരു ഫോമും ഇൻവേഴ്സിൻ്റെ ഫോമും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ മൈനസ് ആവും, രണ്ടിൻ്റെ അവിടെ യു ഇൻവേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഈ ഡിനോഷനൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Let the Euclidean transformation T1 and T2 of R2 be given by T1 of x എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, T2 of x ഇങ്ങനെയാണ് തന്നിട്ടുണ്ട്. ux പ്ലസ് എ എന്നുള്ള ഫോമാറ്റിലാണ് രണ്ട് ട്രാൻസ്ഫോർമേഷൻ തന്നിരിക്കുന്നത്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ T1 കോമ്പോസിഷൻ T2 ആൻഡ് T2 കോമ്പോസിഷൻ T1 ആൻഡ് ഷോ ദാറ്റ് ദേ ആർ നോട്ട് ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ്. നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ പറഞ്ഞാൽ? T1 കോമ്പോസിഷൻ T2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ T1 ഓഫ് T2 ഓഫ് എക്സ് ആണ് അല്ലേ. ഇനി T2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ഇതാണ് തന്നിട്ടുണ്ട്. അപ്പോൾ T2 ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ആ ട്രാൻസ്ഫോർമേഷൻ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി T1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു മെട്രിക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻ എന്ത് ചെയ്യുക? ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ T2 ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ മെട്രിക്സ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യണേ. ഇനി ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആണ് ചെയ്യേണ്ടത്. ബാക്കി പ്ലസ് മൈനസ് 1/2 അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. കൂടെ എക്സ് ഉണ്ട്. പിന്നെ ഈ മെട്രിക്സ് എന്ത് ചെയ്യണം? ഇനി -2 1ൻ്റെ കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ബാലൻസ് 1 -2 അവിടെ എഴുതാം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു മെട്രിക്സ് കിട്ടും ഇൻറ്റു എക്സ് പ്ലസ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 1 എന്ന് കിട്ടും. പ്ലസ് 1 -2. ഇനി ഈ രണ്ട് മെട്രിക്സും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഈ ഒരു മെട്രിക്സ് ഇൻറ്റു എക്സ് പ്ലസ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 + 1 is -1 and -1 + -2 is -3. സോ -1 -3. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ T1 കോമ്പോസിഷൻ T2 ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അത് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് 1 മാർക്ക് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മളടുത്ത് രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? T1 കോമ്പോസിഷൻ T2ഉം T2 കോമ്പോസിഷൻ T1ഉം കണ്ടുപിടിക്കണം. ഇനി T2 കോമ്പോസിഷൻ T1 കണ്ടുപിടിക്കുമ്പോൾ T2 ഓഫ് T1 ഓഫ് എക്സ് ഇപ്പോൾ അതേപോലെ ചെയ്ത പോലെ T1 ഓഫ് എക്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുക? ഇവിടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? T2 ഓഫ് എക്സിൻ്റെ ഓപ്പറേഷൻ ആയിട്ടുള്ള ഈ മെട്രിക്സ് ഇവിടെ എക്സിന് പകരം നമ്മൾ T1 ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. അതേപോലെ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ഇത് കിട്ടും. ലാസ്റ്റ് -2 1 ആൻഡ് ലാസ്റ്റ് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് സിംപ്ലിഫൈ ചെയ്യുക. ഇത് കിട്ടിയപ്പോൾ എന്താ വന്നത്? ഇതാണ് വന്നത് അല്ലേ? അപ്പോൾ ഇതും ഈ ഒരു ട്രാൻസ്ഫോർമേഷനും ഈക്വൽ ആണോ? അല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്രം 1 and 2 ഇത് 2 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം 1 and 2 T1 കോമ്പോസിഷൻ T2 നോട്ട് ഈക്വൽ ടു T2 കോമ്പോസിഷൻ T1 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്കറിയാം, നമ്മൾ +2 മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് ഇത് ചെയ്തിട്ട് സ്വയം കണ്ടുപിടിക്കുക. ഓക്കെ, ആൻസേഴ്സ്. അപ്പോൾ ഇതന്നെ കിട്ടുന്നില്ലേന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദി ഇൻവേഴ്സ് ഓഫ് ദി യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ T ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3/5 - 4/5 4/5 3/5 ഇൻറ്റു എക്സ് പ്ലസ് 1 - 2 UX + A എന്നുള്ള ഫോമാറ്റിലുള്ള യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷനാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചതാണ് അല്ലേ? എന്തായിരുന്നു അതിൻ്റെ ഫോർമുല? T ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു U ഇൻവേഴ്സ് ഓഫ് എക്സ് U ഇൻവേഴ്സ് എക്സ് മൈനസ് U ഇൻവേഴ്സ് A എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ ഒരു ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് U അറിയാം. U എന്ന് പറയുന്നത് ഈ 2/2 മെട്രിക്സ് ആണ്. പിന്നെ A എന്ന് പറയുന്നത് 1 - 2 ആണ്. അപ്പോൾ T ഓഫ് എക്സ് ഇസ് ഈക്വൽ UX + A എന്ന് പറയുന്നത് U ഇതാണ്, A ഇതാണ് നമ്മൾ എഴുതി. ഇനി T ഈസ് എ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ട് U എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ U ട്രാൻസ്പോസ് എന്തായിരിക്കും? U ഇൻവേഴ്സ് തന്നെ ആയിരിക്കും അല്ലേ? അതായത് U ഇൻവേഴ്സ് എന്തായിരിക്കും? U ട്രാൻസ്പോസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പോസ് തന്നെയായിരിക്കും വരിക. അതായത് റോസും കോളോസും ഇൻ്റർചേഞ്ച് ചെയ്താൽ തന്നെ എന്താവും? അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ U എന്ന് പറയുന്ന ഇത് ആണെങ്കിൽ U ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി, നമ്മൾ ഇൻവേഴ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റോസ് 3/5 - 4/5 പറയുന്നത് എന്തായി? കോളമാക്കി. അടുത്തതും ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പോൾ നമുക്ക് U ഇൻവേഴ്സ് കിട്ടി. ഇനി T ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഫോർമുലയിൽ എന്ത് ചെയ്യുക? ഇട്ട് കൊടുത്താൽ മതി U ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ U ഇൻവേഴ്സ് എക്സ് മൈനസ് U ഇൻവേഴ്സ് A ആണല്ലോ. U ഇൻവേഴ്സ് എക്സ് എഴുതി. ഇനി U ഇൻവേഴ്സ് ഇൻറ്റു A ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് T ഇൻവേഴ്സ് ചെയ്ത് അതേപോലെ തന്നെ എഴുതാം. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/5 ഇൻറ്റു 1 പ്ലസ് 4/5 ഇൻറ്റു -2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ആൻഡ് ദിസ് റോ മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് കോളം വി ഗെറ്റ് 2.
ഓക്കെ, അങ്ങനെ നമുക്ക് ടി ഇൻവേഴ്സ് എക്സിൻ്റെ ജനറൽ ഫോം കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കാണുക. എന്ത് ചെയ്താൽ മതി, ഇത് ഏതാണ് യു, നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ തന്നെയായിരിക്കും തരിക. യു എക്സ് പ്ലസ് എ എന്ന് പറയുന്ന ഫോമാറ്റിലായിരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ തരിക. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ യു എന്താണ് എ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി അത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ യു ഇൻവേഴ്സ് എന്താണെന്നുള്ള ഇത് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. എന്നിട്ട് ഈ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിലെന്ത് ചെയ്യുക, യു ഇൻവേഴ്സ് എയും ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ്റെ എന്ത് കിട്ടും, ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളത് നോക്കി, അതിൻ്റെ ഇൻവേഴ്സ് നോക്കി, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഫൈൻ ട്രാൻസ്ഫോർമേഷനാണ്. ആൻഡ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് R2 is a function t from R2 to R2 of the form t of x is equal to ax plus b, where x belongs to R2, where a is an invertible 2x2 matrix and b belongs to R2. അതായത് യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷനെ പോലെ തന്നെയാണ് എന്ത്, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. കുറച്ച് ചേഞ്ചസ് ആണ് വരുന്നത്. എന്താണ്, അതും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. R2 നിന്ന് R2ലേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷനാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, വെർ എക്സ് ബിലോങ്സ് ടു R2. R2ലെ ഒരു എലമെൻ്റ് ആണ് എക്സ്, വെക്ടറാണ് എക്സ് എന്ന് പറയുന്നത്. അതിന് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ ടി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക, എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമാറ്റിലായിരിക്കും. മറ്റേ അവിടെ എന്തായിരുന്നു, യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷനിൽ യു എക്സ് പ്ലസ് എ എന്നായിരുന്നു. ഇവിടെ എ എക്സ് പ്ലസ് ബി ആണ്. എന്താ വ്യത്യാസം പറഞ്ഞാൽ, ഈ R2ലായതുകൊണ്ട് ഈ എ എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ യു എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓർത്തോഗണൽ 2x2 മെട്രിക്സ് ആയിരുന്നു. ഇവിടെ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ എ എന്ന് പറയുന്നത് എന്ത് 2x2 മെട്രിക്സ് ആണ്, ഇൻവേർട്ടിബിൾ 2x2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എ എന്താണ്, ഒരു ഇൻവേർട്ടിബിൾ 2x2 മെട്രിക്സ് ആയിരിക്കും. ഏത് കേസിൽ, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ. ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്, R2ലെ ഒരു എലമെൻ്റ് ആണ്. അവിടെയും എ എന്തായിരുന്നു, യു എക്സ് പ്ലസ് എ എന്നായിരുന്നില്ലേ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷനിൽ. അതിൽ എ എന്ത് തന്നെയായിരുന്നു, R2ലെ ഒരു വെക്ടർ തന്നെയായിരുന്നു. ഓക്കെ, അത് ചേഞ്ചസ് ഒന്നുമില്ല. എയും ബിയും ഒക്കെ R2ലെ ഒരു വെക്ടർ തന്നെയാണ്. ഈ മെട്രിക്സിൻ്റെ കേസിലാണ് ഡിഫറൻസ് വരുന്നത്. എന്താ ഡിഫറൻസ്, ഒന്നുകൂടെ പറഞ്ഞ്, എന്താണ്, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ അത് ഇൻവേർട്ടിബിൾ 2x2 മെട്രിക്സ് ആണ്. യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ എന്തായിരിക്കും അവിടെ, ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓർത്തോഗണൽ 2x2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ദ സെറ്റ് ഓഫ് ഓൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് R2 is denoted by A of 2. അപ്പോൾ എല്ലാ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെയും കളക്ഷനെ R2ലെ എല്ലാ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെയും സെറ്റിനെ എന്ത് ഡിനോട്ട് ചെയ്യും, എ ഓഫ് 2. മറ്റേ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ എല്ലാ കളക്ഷനെ എന്തായിരുന്നു ഡിനോട്ട് ചെയ്ത്, ഇ ഓഫ് 2. ഇവിടെ അഫൈൻ ആകുമ്പോൾ എ ഓഫ് 2, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലുള്ള ഒരു ഫംഗ്ഷനാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 2-3 പോയിൻറ്റ്സ് നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്, every Euclidean transformation of R2 is an affine transformation of R2 since every orthogonal matrix is invertible. അതായത് R2ലെ എല്ലാ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷനും എന്തായിരിക്കും, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, അത് ഏത് ഫോമാറ്റിലായിരിക്കും, എ എക്സ് പ്ലസ് ബി ഫോമാറ്റിലായിരിക്കും. എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ എന്തായിരുന്നു, യു എക്സ് പ്ലസ് എ ഫോമാറ്റ് ആയിരിക്കും. അതിലെ യു എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓർത്തോഗണൽ 2x2 മെട്രിക്സ് ആയിരിക്കും. എല്ലാ ഓർത്തോഗണൽ മെട്രിക്സും ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് എല്ലാ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷനും എന്തായിരിക്കും, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ, എല്ലാ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷൻസും R2ലെ എല്ലാ യൂക്ലിഡിയൻ ട്രാൻസ്ഫോർമേഷനും R2ലെ അഫൈൻ ട്രാൻസ്ഫോർമേഷനും കൂടിയായിരിക്കും. എന്താ കാരണം, ഓർത്തോഗണൽ മെട്രിക്സ് എല്ലാം എന്താ, ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ അല്ലേ, ഇനി a transformation T from R2 to R2 of the form T of x is equal to x plus b, where A is 2x2 matrix and B belongs to R2 is an affine transformation if and only if the determinant of the matrix A is non-zero. എന്താന്ന് പറഞ്ഞത്, എ എക്സ് പ്ലസ് ബി ഫോമാറ്റിലായിരിക്കും അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ, ഇനി അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ എ എന്തായിരിക്കണം, ഇൻവേർട്ടിബിൾ മെട്രിക്സ് 2x2 മെട്രിക്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ,
ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താണ്? അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് ഡിറ്റർമിനൻ്റ് എ വരുന്നത് അല്ലേ. പിന്നെ ഡിനോമിനേറ്റർ 0 ആയാൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ നോൺ സീറോ ആയാലേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലേ, ഇൻവേഴ്സ് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ നോൺ സീറോ ആണെങ്കിലായിരിക്കും എന്ത് പറയാം, ആ എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആവുള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ നോൺ സീറോ ആയാൽ എയുടെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ അതൊരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നതിൻ്റെ ഈ ഇവിടെയുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിലാണ് അതെന്താവുള്ളൂ, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ കാരണം? സ്ക്വയർ മെട്രിക്സിന് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കണം. നമുക്കറിയാലോ അത്. അങ്ങനെയും പറയാം, തിരിച്ചും പറയാം. എന്താണ്? ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവുള്ളൂ. ഇനി ഇങ്ങനെയുള്ളൊരു ഫോം അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ ഇത് ഡിറ്റർമിനൻ്റ് എന്താവണം? 0 ആവണം. അങ്ങനെ തിരിച്ചും പറയാം. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കേസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമാറ്റിലായിരിക്കും ട്രാൻസ്ഫോർമേഷൻ തരിക. അപ്പോൾ അത് അഫൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെന്ന് കാണിച്ചാൽ അത് എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയാം? അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് ചെക്ക് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലാണ് അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് R2 ഇസ് ആൻ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ ട്രാൻസ്ഫോർമേഷനും അഫൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഫോമാറ്റിലാണ് അല്ലേ. ഇതൊക്കെ നോക്കിയാൽ T1 of x എന്ന് പറയുമ്പോൾ 1 3 1 2 ഇൻറ്റു എക്സ് പ്ലസ് 4 1 മൈനസ് 2. ഇത് AX പ്ലസ് B ഫോമാറ്റ് അല്ലേ. അപ്പോൾ ഇത് അഫൈൻ ആവണമെങ്കിൽ എന്താണ് കേസ്? ഈ എ എന്ന് പറയുന്ന ഈ മെട്രിക്സ് എന്തായാൽ മതി? ഇൻവേർട്ടിബിൾ ആയാൽ മതി. ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആവണം. അപ്പോൾ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആവണം. അങ്ങനെ ആയാൽ ഇതെന്തായിരിക്കും? അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓരോ ട്രാൻസ്ഫോർമേഷനും T1 T2 T3 T4 തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യണം, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യണം, എന്നിട്ട് പറയണം. ഓക്കെ, നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ഇത് ശേഷം വായിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഇപ്പോൾ ഡെഫിനീഷൻ പറഞ്ഞ പോലെ T of x is equal to AX plus B എന്നുള്ള ഫോമാറ്റിലാണ് തന്നിരിക്കുന്ന ഓരോ ട്രാൻസ്ഫോർമേഷനും. അത് A എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആണ്, B R2 വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് A ഇൻവേർട്ടിബിൾ ആവണം എന്നുള്ളതാണ്. സോ അങ്ങനെ ആവണമെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ ഓരോ ട്രാൻസ്ഫോർമേഷനെയും ഡിറ്റർമിനൻ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് T of x is equal to AX plus B എന്നുള്ള ഫോമാറ്റിലാണെങ്കിൽ അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതാണല്ലേ, T1 of x is equal to 1 3 1 2 x plus 4 minus 2. ഇവിടെ A എന്താണ്? ഇതാണ് 1 3 1 2. അപ്പോൾ A എന്ന് പറയുന്നത് 1 3 1 2 എന്ന് എഴുതി. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടു, അതായത് 1 into 2 minus 1 into 3 just 2 minus 3 is equal to minus 1. അത് 0 അല്ലല്ലോ, just not equal to 0. അത് not equal to 0 ആയാൽ എന്ത് പറയാൻ പറ്റും? T1 is an affine transformation. ഓക്കെ, അപ്പോൾ T1 എന്താണ്? അഫൈൻ ട്രാൻസ്ഫോർമേഷനായി കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0. ഇനി B നോക്കാം. Bയിൽ A എന്താ? -6 5 3 2 ആണ്. അപ്പോൾ Bയിൽ A എഴുതി -6 5 3 2. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടു, 6 into 2 എന്ന് പറയുന്നത് -6 into 2 -12 and 3 into 5 is 15. അപ്പോൾ -12 - 15 is equal to -27, which is not equal to 0. So determinant not equal to 0 ആയാൽ it is an T2 is an affine transformation എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ട്രാൻസ്ഫോർമേഷൻ അതേപോലെ A എന്താണ്? -2 -1 8 4. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 -8 -8, അതായത് -8 നോക്കിയാൽ -2 into 4 എന്ന് പറയുന്നത് -8 -1 into 8, that is minus of -8 വരും, +8 ആവും അല്ലേ. -8 + 8 എന്തായി? 0 ആയി. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആയി. അപ്പോൾ എന്ത് ചെയ്യില്ല? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ T2 എന്താവില്ല? T2 is not an affine transformation. അതൊരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവില്ല. ഓക്കെ, നോൺ സീറോ ആയാലല്ലേ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി അടുത്ത D എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ? UX plus
എ ഇല്ല, എ 0 ആണ് അല്ലേ. അപ്പോൾ എന്നാലും യു എക്സ് പ്ലസ് ബി എ ഫോമാറ്റിൽ തന്നെയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ 5 - 3 - 2 2. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഇത് കിട്ടുമ്പോൾ എന്ത് കിട്ടും? 5 × 2 10 -3 × -2 is 6. അപ്പോൾ 10 - 6 is 4 which is not equal to 0. ഓക്കെ, ദെൻ T4 ഡിറ്റർമിനൻറ്റ് not equal to 0 കിട്ടി. അതുകൊണ്ട് T4 എന്താണ്? ഇസ് ആൻ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണോ ചെക്ക് ചെയ്യാൻ യു എക്സ് പ്ലസ് എ ഫോമാറ്റിലാണെങ്കിൽ ആ യു എന്ന് പറയുന്നത് എന്തായാൽ മതി? ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആയാൽ മതി. യു എക്സ് പ്ലസ് ബി അല്ല, എ എക്സ് പ്ലസ് ബി. ഏത് ഫോമാണെങ്കിലും നമ്മളത് സ്പെസിഫൈ ചെയ്താൽ മതി മെട്രിക്സ് എങ്ങനെയാവണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് വായിക്കാം. ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് R2 given in 1, determine formulas for the composites T1 composition T2 and T2 composition T4. In each case, state whether or not the evaluated composite is an affine transformation. നമുക്ക് എന്ത് കാണണം? T1 കോമ്പോസിഷൻ T2 കാണണം, T2 കോമ്പോസിഷൻ T4 കാണണം. ഇനി ഈ കോമ്പോസിഷൻ അഫൈൻ ട്രാൻസ്ഫോർമേഷനും കൂടിയാണോ എന്ന് ചെക്ക് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ ആദ്യം T1 കോമ്പോസിഷൻ T2 നോക്കാം. അപ്പോൾ T1 കോമ്പോസിഷൻ T2 എന്ന് പറഞ്ഞാൽ T1 ഓഫ് T2 ഓഫ് എക്സ് ആണ്. അപ്പോൾ T1 ഓഫ് T2 ഓഫ് എക്സ് എന്താണ്? T2 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമാണ് അല്ലേ. അപ്പോൾ ആ ഫോമാറ്റ് എന്ത് ചെയ്തു? എക്സിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T2 ഓഫ് എക്സിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? സാധാരണ നമ്മൾ അപ്പോഴേ കോമ്പോസിഷൻ ഡിസ്കസ് ചെയ്തില്ലേ, അതേപോലെ എന്ത് ചെയ്യാം? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് T1 കോമ്പോസിഷൻ T2 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ്. അപ്പോൾ എന്ത് വരും? 31109x + 92. അപ്പോൾ പോസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കണം സ്വന്തമായിട്ട്. ഓക്കെ, എന്നാലും നമുക്ക് എക്സാമിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം. ഹിയർ ഡിറ്റർമിൻ്റെ ഇനി എന്ത് ചെയ്താൽ മതി? എ എക്സ് പ്ലസ് ബി ഫോമാറ്റിലാണല്ലേ നമുക്ക് കോമ്പോസിഷനും കിട്ടിയത്. അപ്പോൾ അതിൽ ഇത് അഫൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. T1 കോമ്പോസിഷൻ T2 ഓഫ് എക്സ് എന്ന് പറയുന്നത് അഫൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ എ എക്സ് പ്ലസ് ബി ഫോമാറ്റിലല്ലേ കിട്ടിയത്. അതിൽ എ എന്തായാൽ മതി? എൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് 31109 ആണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുന്നു. 3 × 9 27, 0 × 11 0. 27 - 0 27 ആണ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ T1 കോമ്പോസിഷൻ T2 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഡിറ്റർമിനൻറ്റ് നോൺ സീറോ കിട്ടി. ഓക്കെ അല്ലേ. ഇനി അതേപോലെ ഈ ചെയ്ത പോലെ തന്നെ എന്തും കാണാം? T2 കോമ്പോസിഷൻ T4ഉം ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമ്പോസിഷൻ ഓഫ് 2 ട്രാൻസ്ഫോർമേഷൻ കാണുക. അതും എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമാറ്റിൽ കിട്ടും. അപ്പോൾ അതിൽ എൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടു. -40 × -5 is 200, -28 × 11 308 which is equal to -0 108 -108 കിട്ടി. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ T2 കോമ്പോസിഷൻ T4 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കണം. അതേപോലെ അത് അഫൈൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളതും മനസ്സിലാക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇൻവേഴ്സ് ഓഫ് അഫൈൻ ട്രാൻസ്ഫോർമേഷനാണ് നോക്കുന്നത്. അപ്പോൾ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെയും ഇൻവേഴ്സ്. നോക്കിക്കേ, ദ ഇൻവേഴ്സ് ഓഫ് ദ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ T of x is equal to ax plus b is given by T inverse of x is equal to A inverse x minus A inverse b. ഓക്കെ, അപ്പോൾ T inverse x എന്താണ്? A inverse x minus A inverse b. നമ്മൾ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെയായിരുന്നു? യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ T of x is equal to ux plus a എന്നാണ് ആയിരുന്നെങ്കിൽ അതിൻ്റെ യൂക്ലീഡിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് T ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെയായിരുന്നു? U ഇൻവേഴ്സ് എക്സ് മൈനസ് U ഇൻവേഴ്സ് എ ആയിരുന്നു. അതേപോലെ തന്നെ ആ യുവിൻ്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എ എന്നും എൻ്റെ അവിടെ ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അഫൈൻ ട്രാൻസ്ഫോർമേഷൻ്റെയും ഇൻവേഴ്സ് കിട്ടും. സെയിം ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? എ ഇൻവേഴ്സ് എക്സ് മൈനസ് എ ഇൻവേഴ്സ് ബി എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ഓഫ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ. ഇനി ഇൻവേഴ്സ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ T of x is equal to 1312 in x plus
4 മൈനസ് 2. അപ്പോൾ എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമാറ്റുള്ള ഒരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ടി ഓഫ് എക്സ് ഇക്വൽ എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. അതിൽ എ എന്താണെന്ന് എഴുതി, അതേപോലെ ബി എന്താണെന്ന് എഴുതി. ഇനി ഇൻവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാം നമുക്ക്. ഇപ്പോൾ പഠിച്ചോളൂ അല്ലേ. ടി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് എക്സ് മൈനസ് എ ഇൻവേഴ്സ് ബി. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എ ഇൻവേഴ്സ് കാണണം. ഓക്കെ, എൻ്റെ ഇൻവേഴ്സ് കാണണം. നമുക്കറിയാം എ എന്തായിരിക്കണം? ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ എൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇൻവേഴ്സ് കാണണം. അപ്പോൾ നമുക്കറിയാം ഇൻവേർട്ടിബിൾ ആയിരിക്കും, ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഓൾറെഡി അത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എ എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് നോട്ട് 0 ആയിരിക്കും. അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ ഫോർമുല നമുക്കറിയാം, അഡ്ജോയിൻറ്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. ഇനി 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് എഴുതാനൊക്കെ അറിയാലോ. എങ്ങനെയാണ് ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണുക? അതിൻ്റെ എന്ത് ചെയ്താൽ മതി? ഈ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അതേപോലെ മറ്റേ ഡയഗണലിലെ മെയിൻ അല്ലാത്ത മറ്റേ ഡയഗണലിൻ്റെ എലമെൻസിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ 2/2 മെട്രിക്സ് കാണുക? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ചെയ്യുക. അതേപോലെ മറ്റേ വേറെ ഡയഗണലിൻ്റെ എലമെൻസിൻ്റെ സൈൻ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക, ഇൻവേഴ്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ഒരു 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, എന്താണ് അപ്പോൾ ഇവിടെ വരിക? എ എന്ന് പറയുന്നത് 1 3 1 2 എന്ന് പറയുന്ന 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അഡ്ജോയിൻറ്റ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? 1 2 എന്നല്ല ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ അത് ഇൻവേഴ്സ് ചെയ്യും, ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇവിടെ വരും, 1 ഇവിടെ വരും അല്ലേ, ഈ പൊസിഷനിൽ. അപ്പോൾ 2 വന്നു, ഇവിടെ 1 വന്നു. ഇനി മറ്റേ ഡയഗണൽ എലമെൻസിൻ്റെ എന്താ ചെയ്യാൻ പറഞ്ഞാൽ? സൈൻ എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി അല്ലേ, റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ 3 പ്ലസ് ആണ്, അപ്പോൾ ഇവിടെ എന്തായി? മൈനസ് ആയി. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ എന്തായി? നെഗറ്റീവ് ആക്കി. അപ്പോൾ അഡ്ജോയിൻറ്റേ കിട്ടി. അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻറ്റ് 1 3 1 2 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് എന്ത് കിട്ടി? 2 3 -1 1 എന്നുള്ളത്. അപ്പോൾ അഡ്ജോയിൻറ്റ് എഴുതി. ഇനി ഡിറ്റർമിനൻറ്റ് കാണാം അല്ലേ. ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ് എന്താ വരിക? 1 × 2 2 -3 അല്ലേ. അപ്പോൾ 2 -3 എന്ന് കിട്ടും. 2 -3 വന്ന് മൈനസ് ആണ്. അപ്പോൾ -1 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ -2 3 1 -1 എന്ന് കിട്ടി. അപ്പോൾ എ ഇൻവേഴ്സ് എന്ത് കിട്ടി? ഈ ഒരു മെട്രിക്സ് ആണെന്ന് കിട്ടി. എൻ്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എ ഇൻവേഴ്സിനൊക്കെ എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ ഇൻവേഴ്സ് എഴുതി ഇൻറ്റു എക്സ് മൈനസ് എ ഇൻവേഴ്സ് ബി ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ബി എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷനിലെ ബി 4 - 2 ആണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എന്താ സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ? ഈ ഒരു ഫോം ഇത് തന്നെയായിട്ട് എഴുതാം. ഈ രണ്ട് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ -2 × 4 എന്ന് പറയുമ്പോൾ -8 + 3 × -2 ദാറ്റ് ഇസ് -6. അപ്പോൾ -8 + -6 എന്ന് പറയുമ്പോൾ -14. ഇനി 1 × 4 4 + -1 × -2 is 2. അപ്പോൾ 4 + 2 is 6. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ രൂപത്തിൽ എഴുതി. അപ്പോൾ ടി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണ്? -2 എക്സ് അല്ല, -2 3 ആണ് കേട്ടോ. അവിടെ നോട്ടിൽ നിങ്ങളൊന്ന് മാറ്റണേ. -2 3 1 -1 × x -14 6 എന്ന് പറയുന്നതാണ് ഇൻവേഴ്സ് ഓഫ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. ഗിവൺ ട്രാൻസ്ഫോർമേഷൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഇൻവേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ.